ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻകോഡിംഗ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജാങ്കോ അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽ സെക്ഷൻ ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലാസ് ബേസ്ഡ് വ്യൂ അല്ലെങ്കിൽ CBV എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ക്ലാസ് ബേസ്ഡ് വ്യൂ CBV നമുക്ക് എങ്ങനെ നമുക്ക് പ്രോഗ്രാമിംഗിൽ ചെയ്യാമെന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ പുതിയൊരു ജാങ്കോന്റെ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, ജാങ്കോയുടെ ആപ്ലിക്കേഷൻ. അത് ഞാൻ ഫസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആപ്ലിക്കേഷന്റെ താഴെ നമ്മൾ ഇവിടെ വ്യൂസ് ഡോട്ട് പൈ ഫയൽ, ഓക്കെ, വ്യൂസ് ഡോട്ട് പി വൈ ഫയലിനകത്ത് ഞാൻ മറ്റേ ജനറിക് ക്ലാസ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഫ്രം ജാങ്കോ ഡോട്ട് വ്യൂസ് ഡോട്ട് ജനറിക്, ഓക്കെ, ഇമ്പോർട്ട് വ്യൂ. ഓക്കെ, സോ വ്യൂ എന്ന് പറയുന്ന ടൈപ്പ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തു ഫ്രം ജനറിക് ലൈബ്രറി. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ വ്യൂ ചെയ്യുന്നത് നമ്മൾ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ ക്ലാസ് ബേസ്ഡ് വ്യൂവിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക, CB വ്യൂ. ഇതിന്റെ അകത്ത് നമ്മൾ വ്യൂ എന്ന് പറഞ്ഞ ആ ഇമ്പോർട്ട് ചെയ്ത മെത്തേഡ് നമ്മൾ ഇതിനകത്ത് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ ക്ലാസ്സിനകത്ത് നമ്മളൊരു ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഡെഫ് ഗെറ്റ്, നിങ്ങൾക്ക് വേറെ നെയിം കൊടുക്കാം, ഗെറ്റ് അല്ലെങ്കിൽ വേറെ നെയിമും. ഇപ്പോ ഫസ്റ്റ് പാരാമീറ്റർ സെൽഫ് ആയിരിക്കും, കോമ. അടുത്ത നമുക്ക് റിക്വസ്റ്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ HTTP റെസ്പോൺസ് ആയിരിക്കും ഞാൻ കാണിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെംപ്ലേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ HTTP റെസ്പോൺസിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം Django.http import HTTP response. ഓക്കെ, സോ HTTP റെസ്പോൺസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. സോ റിക്വസ്റ്റിനകത്ത് താഴെ ഫംഗ്ഷന്റെ തൊട്ട് താഴെ നമ്മൾ റിട്ടേൺ ചെയ്യുക റെസ്പോൺസ്, HTTP റെസ്പോൺസ്. എന്നിട്ട് താഴെ വെൽക്കം ടു അഡ്വാൻസ്ഡ് ജാങ്കോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ക്ലാസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലാസ്സിനകത്ത് ഞാൻ ഒരു HTTP റെസ്പോൺസ് റിട്ടേൺ ചെയ്യാണ്, വെൽക്കം ടു അഡ്വാൻസ് ജാങ്കോ. ഓക്കെ, സോ ഒരു സിമ്പിൾ ക്ലാസ് ആണ്. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ജാങ്കോ ഫോൾഡറിനകത്ത് നമ്മൾ urls.py ഫയലിനകത്ത് നമ്മൾ പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ പാത്ത് ഇതിനകത്ത് കയറി നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഇമ്പോർട്ട് ചെയ്യണം. സോ ഫേം ഫ്രം ഫസ്റ്റ് ആപ്പ്, ഓക്കെ, ആപ്ലിക്കേഷന്റെ പേരാണ് ഫസ്റ്റ് ആപ്പ്. ഈ ഫസ്റ്റ് ആപ്പ് ആണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ട്, അതിന്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ട് എന്ത് ചെയ്യുന്ന പറയുന്ന ക്ലാസ് ആയിരിക്കും. ഓക്കെ, CB വ്യൂ, CB വ്യൂ. ഓക്കെ, കോമ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന പറയുന്ന CB വ്യൂ എന്ന് പറയുന്നത് ക്ലാസ് ആണ്. സോ നമുക്കിത് വ്യൂ ചെയ്യണമെങ്കിൽ ക്ലാസ്സിനകത്തുള്ള റെസ്പോൺസ് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ _വ്യൂ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. സോ ഇത് _വ്യൂ ആയി വെച്ചിട്ടായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. സോ ഇതിനകത്ത് മേളിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് എക്സാമ്പിൾസിനകത്ത് ഫംഗ്ഷൻ വ്യൂസ്, ക്ലാസ് ബേസ്ഡ് വ്യൂസ് ഉണ്ട്. സോ ക്ലാസ് ബേസ്ഡ് വ്യൂസ് ഇതിനകത്ത് അവര് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, home.as_view. സോ ഇതുപോലെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. പൈത്തൺ manage.py run server. ഓക്കെ, സോ ഇതിനകത്ത് എന്തൊരു എറർ അടിച്ചു, cannot import name CB view. ഓക്കെ, ഫസ്റ്റ് ആപ്പ് ഡോട്ട് വ്യൂസ് ആണ്. ഓക്കെ,
യൂസ് ഇമ്പോർട്ട് CBV. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ വെൽക്കം ടു അഡ്വാൻസ് ജാങ്കോ. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ HTML, അതായത് HTML ഫോർമാറ്റിൽ ചെയ്യാം. H1 H1 നമുക്ക് നോക്കാം. ഓക്കെ, വെൽക്കം ടു അഡ്വാൻസ് ജാങ്കോ എന്ന് പറഞ്ഞു. സോ ഇതാണ് ഒരു ബേസിക് ക്ലാസ് ബേസ്ഡ് വ്യൂവിന്റെ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നത്. സോ ഇതായിരിക്കും നമ്മൾ കൂടുതലും ജാങ്കോ പ്രോജക്ട്സിൽ ക്ലാസ് ബേസ്ഡ് വ്യൂസ് ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ക്ലാസ് ബേസ്ഡ് വ്യൂസിന്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് ഞാൻ കാണിച്ചത്. ഇനി അടുത്ത നമുക്ക് ടെംപ്ലേറ്റ് എങ്ങനെ നമുക്ക് റെസ്പോൺസ് ആയിട്ട്, അതായത് ക്ലാസ് ബേസ്ഡ് വ്യൂവിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.